ഹായ് ഹലോ എവ്രി വൺ. ക്രാക്ക് NCERT-യിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 കെമിസ്ട്രിയിലെ D and F ലോക്ക് എലമെന്റ്സിലെ NCERT ക്വസ്റ്റൻ ആണ്. അപ്പൊ നോക്കിക്കേ, why is Cr2+ reducing and Mn3+ oxidizing when both have D4 configuration? രണ്ടുപേർക്കും D4 കോൺഫിഗറേഷൻ ആണ്. എന്താണ് ഒരാൾ റെഡ്യൂസിങ് ഏജന്റും ഒരാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയത് എന്നാണ് ക്വസ്റ്റൻ അല്ലെ. രണ്ടുപേർക്കും D4 ആണെങ്കിൽ രണ്ടുപേരും ഒരേപോലെയാണ് ആവേണ്ടത്, പക്ഷെ അങ്ങനെയല്ല. എന്താണ് റീസൺ? അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം Cr2+ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അവൻ എന്താ നടക്കുക? ഒരാള് റെഡ്യൂസിങ് ഏജന്റ് ആണ് എങ്കിൽ, ഇഫ് ഒരാള് റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അവൻ എന്ത് നടക്കും? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുകയാണെങ്കിൽ അവന് നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും. അവന് സെൽഫായിട്ട് എന്ത് നടക്കും? സെൽഫായിട്ട് അവന് ഓക്സിഡേഷൻ ആണ് നടക്കുക. സെൽഫായിട്ട് ഓക്സിഡേഷൻ ആണ് നടക്കുക. ഒരാള് റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അവന് സെൽഫായിട്ട് നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരാള് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അവന് സെൽഫായിട്ട് എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും അല്ലെ. റിഡക്ഷൻ നടക്കും. അപ്പൊ ഒരാള് റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അവന് എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അവന് ഓക്സിഡേഷൻ നടക്കും. ഒരാള് റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അവന് എന്ത് നടക്കും? റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ ഓക്സിഡേഷൻ, ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ റിഡക്ഷൻ. ഓക്കെ, അപ്പൊ Cr2+ ഓക്സിഡേഷനാ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ക്രോമിയം ഇസ് അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പൊ ആർഗണിന് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ആരാണ്? 4s ഒരു ഇലക്ട്രോൺ, 3d 5 ഇലക്ട്രോൺ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ക്രോമിയം. ഇനി ക്രോമിയം Cr2+ എഴുതണം അല്ലെ. അപ്പൊ Cr2+ ഞാൻ എഴുതി കഴിഞ്ഞപ്പം എങ്ങനെ വരും? 2 ഇലക്ട്രോൺ ആർക്കോ കൊണ്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ക്രോമിയം അല്ലെ. അപ്പൊ 4s ഒരു ഇലക്ട്രോൺ പോയി 3d എത്രയാ? 3d4. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് D4 കോൺഫിഗറേഷൻ ആണ് 3d4. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇവൻ റെഡ്യൂസിങ് ഏജന്റ് ആണ്, അവൻ ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. അപ്പൊ Cr2+ എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ Cr3+ ആയിട്ട് മാറും. 2+ നിന്ന് ഇവൻ 3+ മാറും അല്ലെ. അപ്പൊ എങ്ങനെ വരും? ആർഗൺ ചേട്ടനെ എഴുതി കൊടുക്കുക. 3d 3 ഇലക്ട്രോൺസ് വരും. അതായത് 2+ ഇരുന്ന ആള് 3+ലായി, അവന് ഓക്സിഡേഷൻ നടന്നു. അപ്പൊ എന്താണ് ഇവൻ ഇങ്ങനെ 3d3 ആയിട്ട് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ 3d3ക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ഡിയിൽ 3 ഇലക്ട്രോൺസ് വരുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് d ഓർബിറ്റൽസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ d ഓർബിറ്റൽസ് നമ്മൾ എടുത്താൽ നമുക്കറിയാം എന്താണ്? 5 പെട്ടികൾ അല്ലെ, 5 ബോക്സുകൾ നമ്മൾ വരയ്ക്കും. എന്നിട്ട് ഇത് എങ്ങനെയാ സ്പ്ലിറ്റ് ആവുക? ലോവർ എനർജി ലെവൽ ഉള്ള 3 പെട്ടികൾ ഉണ്ട് അല്ലെ. ലോവർ എനർജി ലെവലുകളുള്ള 3 പെട്ടികളും ഹയർ എനർജി ലെവൽ ഉള്ള 2 പെട്ടികളും ഉണ്ട്. എന്തായിരുന്നു അവരുടെ പേരൊക്കെ? ദിസ് ഇസ് T2Gയും ഇത് EGയുമാണ് അല്ലെ. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് d ഓർബിറ്റൽസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ T2Gയിൽ വന്നിട്ടാണ് ഈ 3 ഇലക്ട്രോൺസ് ഇങ്ങനെ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ 3 പേര് ഇങ്ങനെ T2Gയിൽ വന്നാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ D3 കോൺഫിഗറേഷൻ എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവൻ Cr3+ ആയിട്ടിരിക്കുന്നത്. കാരണം ഈ ഒരു D3 കോൺഫിഗറേഷൻ എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. D3 കോൺഫിഗറേഷൻ എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് ആരെ നോക്കാം? മാംഗനീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Mന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. അറ്റോമിക് നമ്പർ എത്രയാണ്? 25 ആണ്. അപ്പൊ നമ്മുടെ ആർഗൺ ചേട്ടനെ ഞാൻ എഴുതി കൊടുത്തു. അതിനുശേഷം 3d 5 ഇലക്ട്രോൺ, 4s 2 ഇലക്ട്രോൺ. ഇനി Mn നമ്മളുടെ അടുത്ത് പറഞ്ഞു Mn3+ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ Mn3+ എന്ന് പറയുമ്പോ എന്താണ്? ആർഗൺ എഴുതി ഞാൻ, എന്നിട്ട് എന്തെഴുതും? 3 ഇലക്ട്രോൺസ് പോണം. അപ്പൊ 3d 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇനി ഇവന് റിഡക്ഷൻ ആണ് നടക്കുന്നതിൽ എങ്കിൽ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ നമ്പർ കുറയണം. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ ഓക്സിഡേഷൻ. അപ്പൊ Mn3+ ആരായിട്ട് മാറും? Mn2+ ആയിട്ടാണ് മാറുന്നത്. Mn2+ ആയിട്ടാണ് മാറുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ കൂടുതൽ വന്നു അല്ലെ. അപ്പൊ ആർഗണിൽ നിന്ന് 3d4ൽ നിന്ന് ഇവൻ ആരായി? 3d5 ആയി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. നമുക്കറിയാം, ഓൾറെഡി അറിയാം, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള d ഓർബിറ്റൽസിനും എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും D4 കോൺഫിഗറേഷൻ ആയിരുന്നു എങ്കിലും ഒരാൾ ഓക്സിഡൈസിങ് ഏജന്റും ഒരാൾ റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ഇരിക്കുന്നതിന്റെ റീസൺ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കാം, Cr2+ റെഡ്യൂസിങ് ആണ്. കാരണം എന്താണ്? D4ൽ നിന്ന് അവൻ D3 ആയിട്ട് മാറുന്നു. T2G ലെവലിന് എന്തുണ്ട്?
ലോവർ എനർജി ലെവലാണ്, ഇറ്റ് ഹാസ് ഗോട്ട് സ്റ്റെബിലിറ്റി അല്ലെ. ഇനി നോക്കുക മറ്റടുത്ത് എന്താ സംഭവിക്കുന്നത്, Mn3+ Mn2+ ആവുമ്പോൾ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് വരുന്നു, അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഒരാൾ റെഡ്യൂസിങ്ങും ഒരാൾ ഓക്സിഡൈസിങ്ങും ആവുന്നത്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഒരുപാട് തവണ ബോർഡിന് ചോദിച്ചിട്ടുണ്ട്, ജെഇക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റൻ എടുത്തിട്ട് കേട്ടോ. സിമ്പിൾ ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരിൽ ആരാണ് കൂടുതൽ സ്റ്റേബിൾ, Fe3+ ആണോ Fe2+ ആണോ കൂടുതൽ സ്റ്റേബിൾ, Fe3+ ആണോ Fe2+ ആണോ? നമുക്കറിയാം അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് വരും, ആർഗണിനെ ഞാൻ എഴുതി, ദെൻ എന്താണ് 4s 2 ഇലക്ട്രോൺ, 3d എത്ര ഇലക്ട്രോൺസ് വരും, 3d 6 ഇലക്ട്രോൺസ് വരും. Fe2+ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആർഗണിനെ എഴുതുക, 2 ഇലക്ട്രോൺ ആർക്കോ കൊണ്ടുപോയി കൊടുത്തിട്ട് കയറി വന്നിരിക്കുന്ന നമ്മുടെ അയൺ ആണ് അല്ലെ. അപ്പൊ 3d6. ഇനി Fe3+ എന്ന് പറയുമ്പോ എന്ത് പറ്റും, 1 ഇലക്ട്രോണും കൂടെ പോയി. അപ്പൊ 3d എത്ര ഇലക്ട്രോൺസ് വന്നു, 3d 5 ഇലക്ട്രോൺസ് വന്നു. ഹാഫ് ഫിൽ ഡി ഓർബിറ്റൽസിന് എന്തുണ്ട്, ഹാസ് ഗോട്ട് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അപ്പൊ ഇങ്ങനെ ആരാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായെന്നൊക്കെ നമുക്ക് അറിയാം. എന്തായിരുന്നു, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസും മാക്സിമം എനർജി എക്സ്ചേഞ്ചും ആയിരുന്നു റീസൺ അല്ലെ. ഇനി ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ കോപ്പറും Cu2+ഉം Cu+ഉം എടുത്തു, കുപ്രസും കുപ്രിക്കും എടുക്കുകയാണെങ്കിൽ, Cu2+ഉം Cu+ഉം എടുക്കുകയാണെങ്കിൽ ഇതില് അക്വസ് സൊല്യൂഷനിൽ ഇവരിൽ ആരാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിക്കും. Cu+ ആണോ Cu2+ ആണോ കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിക്കും. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണെങ്കിലും എക്സാമിന് ചോദിക്കും. അപ്പൊ Cu2+ ആണോ Cu+ ആണോ കൂടുതൽ സ്റ്റേബിൾ, എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും? നമുക്കൊരു കഥ പറയാം അല്ലെ, നമുക്കൊരു കഥ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൽ. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല നോക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ കോപ്പർ ഇല്ലേ, കോപ്പർ ഇങ്ങനെ ഗ്യാസ് ആയിട്ടിരിക്കുന്ന കോപ്പർ ആണ്. ഇവൻ എന്ത് ചെയ്യണം, ഇവന് Cu+ ആവണം അല്ലെ. അപ്പൊ ഈ ഗ്യാസ് ആയിട്ടിരിക്കുന്ന കോപ്പർ Cu+ ആവാണ്, Cu+ ആവാണ്. വെറുതെ ആവോ? ഇല്ല. ഞാൻ എന്ത് കൊടുക്കണം, അയണൈസേഷൻ എനർജി കൊടുക്കണം അല്ലെ. എന്താണ്, അപ്പൊ ഒരു പ്ലസ് ആവാൻ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഞാൻ കൊടുത്തു, അയണൈസേഷൻ എൻതാൽപ്പി കൊടുത്തു, അവൻ Cu+ ആയി. ഇനി ഈ Cu+ എന്ത് ചെയ്യുന്നറിയോ, വാട്ടറിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട്, ഈ Cu+ വാട്ടറിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രേഷൻ എനർജി അല്ലെ, ഹൈഡ്രേഷൻ എനർജി ലിബറേറ്റ് ചെയ്തുകൊണ്ട് ആരായിട്ട് മാറും, Cu+ അക്വസ് ആയിട്ട് മാറും അല്ലെ. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രേഷൻ എൻതാൽപ്പി, വെള്ളം വന്ന് ഇതിനെ അട്രാക്ട് ചെയ്ത് വെള്ളത്തിന്റെ കൂടെ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓക്കെ, സെറ്റ് ആണല്ലോ Cu+. ഇനി ഈ Cu+നെ എനിക്ക് Cu2+ ആക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, Cu2+ ആക്കണമെങ്കിൽ അടുത്ത അയണൈസേഷൻ എൻതാൽപ്പി അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെ. അടുത്ത അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാണ്, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ അവൻ Cu2+ ആയി. ഇനി ഇവൻ എന്ത് ചെയ്തു എന്നറിയോ, ഇവന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഇവന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി റിലീസ് ചെയ്യും. ഹൈഡ്രേഷൻ എൻതാൽപ്പി റിലീസ് ചെയ്തിട്ട് ഇവൻ എന്തായിട്ട് മാറും, വാട്ടർ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവൻ എന്തായിട്ട് മാറും, Cu2+ അക്വസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയോ, ശരിക്കും Cu2+ ആ കൂടുതൽ സ്റ്റേബിൾ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് Cu+ ആണെന്ന് കിട്ടും. ദാറ്റ് ഇസ് തെറ്റ്. അപ്പൊ അക്വസ് സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്താണ് Cu2+ കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോപ്പർ ഇല്ലേ, നമ്മുടെ ഈ ഒരു കോപ്പർ അക്വസ് Cu2+ ആയിട്ടിരിക്കുന്ന അക്വസ് കോപ്പർ, Cu+ ആയിട്ടിരിക്കുന്ന കോപ്പർ ഇല്ലേ, ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവന്റെ അവന്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇല്ലേ, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിനേക്കാളും വളരെ വലിയൊരു വാല്യൂ ആണ് നമ്മുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി വരുന്നത്. ഹൈഡ്രേഷൻ എൻതാൽപ്പി Cu2+ന് വളരെ അധികം കൂടുതലാണ്. അപ്പൊ അതെന്ത് ചെയ്യും, ഈ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യും. നിങ്ങൾ ചോദിക്കും, മിസ് Cu+ അല്ലേ, Cu+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം, കോപ്പറിന്റെ എഴുതുകയാണെങ്കിൽ എന്ത് വരും, 3d10 4s1 ആണ് വരുന്നത്. അപ്പൊ Cu+ന്റെ ആണെങ്കിൽ 3d10 ആ വരുന്നത്, Cu2+ന്റെ ആണെങ്കിൽ 3d9 ആ വരുന്നത്. അപ്പൊ നിങ്ങൾ പറയും, ഇല്ല 3d10 ഇരിക്കുന്ന ആള് 3d9 ആണെങ്കിൽ ഒരുപാട് എൻതാൽപ്പി നമ്മൾ കൊടുക്കണം സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിന്ന്. പക്ഷെ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു എനർജിനേക്കാളും വലിയൊരു എനർജിയാണ് ഇവിടെ റിലീസ് ചെയ്യുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പി. അതുകൊണ്ടാണ് Cu2+ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ Cu+ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഞാൻ പറയാണ് ഇവന്റെ അയണൈസേഷൻ എൻതാൽപ്പി, ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറയണം, ഇവന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഒരു 100 kJ ആണെന്ന് വിചാരിക്കാം. ഇവന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഒരു -250 kJ ആണെന്ന് വിചാരിക്കാം.
അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പാട്ടും പാടിയിരിക്കുന്ന Cu പ്ലസിന് എന്ത് ചെയ്താൽ മതി, ഒരു 100 ജൂൾസ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ, എവിടെന്നെങ്കിലും ഇവര് 100 ജൂൾസ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊരു 250 കിലോ ജൂൾസ് എനർജി റിലീസ് ചെയ്ത് Cu2+ അക്വസ് ആയിട്ടിരിക്കാം. നമുക്കറിയാം എനർജി റിലീസ് ചെയ്ത് എത്രത്തോളം എനർജി റിലീസ് ചെയ്താണ് നമ്മുടെ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, അത്രത്തോളം എന്താണ് ഇവര് സ്റ്റേബിൾ ആണ് അല്ലെ. അപ്പൊ എത്രത്തോളം എനർജി റിലീസ് ചെയ്തിട്ടാണ് Cu2+ ഇരിക്കുന്നത്, അവൻ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇവന് ജസ്റ്റ് ഒരു 100 കിലോ ജൂൾസ് എനർജി കിട്ടിയാൽ അവനൊരു 250 കിലോ ജൂൾസ് എനർജി ഇങ്ങനെ റിലീസ് ചെയ്ത് ചില്ലായിട്ട് Cu2+ ആയിട്ടിരിക്കും. അപ്പൊ ഈ ഹ്യൂജ് എന്താണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ആണ് നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അയണൈസേഷൻ എൻതാൽപ്പിനേക്കാളും കൂടുതലായിട്ട് എന്തുണ്ട്, ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ Cu2+നെ Cu+നേക്കാളും എന്താക്കുന്നത്, സ്റ്റേബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, the stability of Cu2+ rather than Cu+ is due to the much more negative hydration enthalpy of Cu, which more than compensates the second ionization enthalpy. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മിസ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലല്ലേ, 3D10 3D9 അല്ലേ ആവുന്നത്, ബുദ്ധിമുട്ടല്ലേ. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് അതിലും വലിയ മച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ട്. അപ്പൊ എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആയിട്ട് എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് Cu2+ is more stable than Cu+. അപ്പൊ അതിന്റെ മെയിൻ എന്താണ് കീ വേർഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലാണ് അല്ലെ. അത് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേണ്ട റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് കോപ്പർ ഇസ് പോസിറ്റീവ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് നോക്കുകയാണെങ്കിൽ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. അതിന്റെ റീസൺ എന്താണെന്നാ ചോദിക്കുന്നത്. എന്താണ് റീസൺ? അപ്പൊ നമ്മൾ അറിയണം, ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആളില്ലേ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0 എന്ന് പറയുന്നത് M2+ നിന്ന് M ആവുകയാണ് അല്ലെ. അപ്പൊ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആരുടെയൊക്കെ സമ്മാന്ന് അറിയാമോ? അറ്റോമൈസേഷൻ എൻതാൽപ്പിയുടെയും അയണൈസേഷൻ എൻതാൽപ്പിയുടെയും ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെയും സമ്മാണ് നമ്മളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയണതല്ലേ, ഹൈഡ്രേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും എപ്പോഴും? ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഒരാള് ഹൈഡ്രേറ്റഡ് ആവുമ്പം എനർജി റിലീസ് ചെയ്യാണ്, ഹൈഡ്രേഷൻ എൻതാൽപ്പി നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കോപ്പർ എന്ത് ചെയ്യുന്നറിയോ? കോപ്പർ അയൺ ആവില്ല, കോപ്പർ Cu ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവൻ Cu2+ ആവുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്നാ ചോദിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാല് കോപ്പറിനെ നമുക്ക് Cu2+ ആക്കണം. Cuനെ Cu2+ ആക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ സോളിഡ് ആയിട്ടിരിക്കുന്ന കോപ്പർ ചേട്ടനെ പിടിച്ച് അറ്റോമൈസേഷൻ എനർജി അല്ലെങ്കിൽ സബ്ലിമേഷൻ എനർജി കൊടുക്കണം. ഇവനെ പിടിച്ച് ഗ്യാസ് ആക്കണം. അപ്പൊ അതിനാണ് നമ്മൾ അറ്റോമൈസേഷൻ എനർജി കൊടുത്ത് കോപ്പറിനെ ഗ്യാസ് ആക്കി. ഇനി ഈ ഗ്യാസ് ആയിട്ടുള്ള കോപ്പറിന് ഞാൻ എന്ത് ചെയ്യണം? അവന് അയണൈസേഷൻ എനർജി കൊടുക്കണം. ഗ്യാസ് ആയിട്ടിരിക്കുന്ന കോപ്പറിന് ഞാൻ അയണൈസേഷൻ എൻതാൽപ്പി കൊടുത്തിട്ട് അവനെ Cu2+ ആക്കണം. ആണല്ലോ. ഇനി ഈ Cu2+ ആയിട്ടിരിക്കുന്ന ഇവനെ ഞാൻ എന്ത് ചെയ്യണം? അക്വസ് ആക്കണം അല്ലെ. വെള്ളത്തിലിട്ട് ഞാൻ ഇവൻ എന്ത് ചെയ്യണം? Cu2+ അക്വസ് ആക്കണം. അപ്പൊ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് അല്ലേ? ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ എന്താ പറ്റാന്ന് വെച്ചാൽ ഇവന്റെ അറ്റോമൈസേഷൻ എനർജിയും അതുപോലെ അയണൈസേഷൻ എനർജിയും കൂടുതലായിരിക്കും. ഈ ആദ്യത്തെ 2 എനർജിയും കൂടുതലായിരിക്കും. ഹൈഡ്രേഷൻ എനർജി എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ ഇഫക്റ്റീവ്ലി എന്ത് വരും ഇക്വേഷനില്? ഇവര് രണ്ടുപേരും ഭയങ്കര വലിയ വാല്യൂസ് ആണ്. ഇതും വലിയ വാല്യൂസ് ആണ്. ഇത് ചെറുതാണെങ്കിൽ ടോട്ടൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് വരും? പോസിറ്റീവ് വരും. ഒരാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ അവൻ എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. അതായത് Cu2+ എപ്പോഴും കോപ്പർ ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ അവൻ എന്തായിട്ടാണ്? അയൻസ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവൻ ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ നോക്കുമ്പോ കോപ്പർ മാത്രം പോസിറ്റീവ് ആ. കോപ്പർ എന്താണ്? കോപ്പർ ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവന് Cu2+ ആയിട്ടിരിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് റീസൺ. എന്ത് ചെയ്യാ? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് കാണാം. താങ്ക് യു എവ്രിവൺ.